ജനറൽ പേര് തുടരുന്നു. ശ്രീമതി നുസ്രത് ജഹാൻ കോഴിക്കോട്ടെ മാവൂരിലായിരുന്നു ആദ്യം വിമാനത്താവളം വിഭാവനം ചെയ്തത്. പിന്നെ അത് കരിപ്പൂരിലേക്ക് ഹൈജാക്ക് ചെയ്യപ്പെടുകയായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. എനിക്കറിയില്ല അതിൻ്റെ വസ്തുത എന്താണ് എന്നുള്ളതാണ്. കരിപ്പൂരിൽ കഴിഞ്ഞ വർഷം ഒരു അപകടം നടക്കേണ്ടതായിരുന്നു, ഭാഗ്യത്തിന് ഒഴിവായി. ടയർ ഊരിത്തെറിച്ചു പോയതൊക്കെ കണ്ടതാണ്. ഇന്നലെയും വൻ ദുരന്തത്തിൽ നിന്ന് കഷ്ടിച്ച് രക്ഷപ്പെടുകയായിരുന്നു. യാത്രക്കാരെ മുൾമുനയിൽ നിർത്തി എന്തിനൊരു വിമാനത്താവളം മുന്നോട്ട് കൊണ്ടുപോകണം? ആരുടെ താല്പര്യമാണ് ഇവിടെ സംരക്ഷിക്കപ്പെടുന്നത്? യാത്രക്കാരുടെ ജീവൻ കൊണ്ടാണോ പന്താടേണ്ടത്? അതുകൊണ്ട് തന്നെ അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ ഈ വിഷയത്തിൽ ഒരു പുനരാലോചന ആവശ്യമായി വന്നിരിക്കുകയല്ലേ? ആ വിഷയത്തിൽ ഞാൻ ഉറപ്പിച്ച് പറയാൻ കഴിയുന്ന കാര്യമുണ്ട്. ടേബിൾ ടോപ്പ് എയർപോർട്ട് പറഞ്ഞ് നമ്മൾ ഒരിക്കലും ഈ എയർപോർട്ടിനെ തള്ളി പറയരുത്. കാരണം ഫസ്റ്റ് ഞാൻ പറഞ്ഞ പോലെ എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ കയ്യിലുള്ള ബ്യൂട്ടിഫുൾ എയർപോർട്ട് തന്നെ പറയാം. ഈ റൺവേന്ന് എയർക്രാഫ്റ്റ് തെന്നി മാറിയത് 35 ഇൻസിഡൻസ് ഇസ് റിപ്പോർട്ടഡ് ഇൻ ദ വേൾഡ് till this time in my knowledge. Out of that 33 was in the greenfield airports. Only 2, Mangalore and Calicut airport. ഈ 2 എയർപോർട്ടിൽ മാത്രമേ ഉള്ളൂ ടേബിൾ ടോപ്പിൽ വിമാനം തെന്നിപ്പോയത്. അത് കഷ്ടകാലത്തിന് നമ്മൾ എന്തോ പറയുന്ന പോലെ ഈ എന്നും ദുരന്തം വെച്ചൊരു വിമാനത്താവളമാണ്. ഉണ്ടായ കാലം തൊട്ടേ ഇതിനൊരു പ്രശ്നമാണ്. അപ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെ അവിടെ കോഴിക്കോട് ജില്ലയിലാണോ മലപ്പുറം ജില്ലയിലാണോ എയർപോർട്ട് ചോദിച്ചാൽ ഈവൺ നൗ ഐ ഡോണ്ട് നോ ദ ആൻസർ. ദാറ്റ് ഈസ് ഇറ്റ്. കാരണം ഇന്ന് നമ്മളുടെ കോഴിക്കോട് എം പിൻ്റെ അടുത്ത് കരിപ്പൂർ വിമാനത്താവളത്തിൻ്റെ അടുത്തുള്ള ഒരു കാര്യമായിട്ട് ചെന്ന് പറയുമ്പോൾ വെൻ ഇറ്റ് വാസ് ക്ലോസ്ഡ്, അപ്പോൾ കോഴിക്കോട് എം പി പറയൂ അത് എൻ്റെ പരിധിയിലല്ലാത്തതുകൊണ്ട്, ഇറ്റ് വാസ് ഇൻ ദ 5 years ബാക്ക് സ്റ്റോറി ആം ടെലേ. ഇത് എൻ്റെ പരിധിയിലല്ലാത്തതുകൊണ്ട് മലപ്പുറം എം പിക്ക് ഉള്ളത് വാട്ട് ഈസ് യുവർ റോൾ ഇൻ ദിസ് എന്ന് ചോദിക്കൂ എന്നോട് അവിടുന്ന് പാർലമെൻറ്റിൽ നിന്ന് ചോദിക്കൂ. മലപ്പുറം എം പി വിൽ സേ വൈ ഷുഡ് ഐ ടോക്ക്, ഇറ്റ് ഈസ് ഓൾവേസ് കാലിക്കറ്റ് എയർപോർട്ട് നോട്ട് മലപ്പുറം എയർപോർട്ട്. ഇങ്ങനെ ഈ ഒരു സാധനം തന്നെ ആദ്യം ഇവിടെ നിർത്തണം. അല്ലെങ്കിൽ ദേ ഷുഡ് നോട്ട് ഹാവ് ചൂസ്ഡ് എ പ്ലേസ് ലൈക്ക് ദാറ്റ് ഇൻ ദ ഒരു വാസ്തു പ്രകാരം എന്നൊക്കെ പറയുന്ന പോലെ അതിൽ നടുക്കനായിട്ട് എവിടെയാന്ന് പോലും പറയാൻ പറ്റാത്ത വിധത്തിൽ ദർ ലോട്ട് ഓഫ് പ്ലേസസ് ആ സമയത്തൊക്കെ അല്ലേ, ഇന്നത്തെ പോലെയല്ല, അന്ന് ഇതിനേക്കാളും അധികം വരും. അപ്പോൾ താല്പര്യം അവിടെ വരണം എന്നുള്ള ഒരു അന്നത്തെ ആ സിറ്റുവേഷൻ എന്താണെന്ന് എനിക്കറിയില്ല അതിനെപ്പറ്റി. പക്ഷേ എന്നാലും അങ്ങനെ ഒരു ടേബിൾ ടോപ്പ് എയർപോർട്ട് ഈ എയർപോർട്ടിന് ഒരു വലിയ പ്രത്യേകത ഉണ്ട്. ജനങ്ങളുടെ പൈസയത്. യു റിമെമ്പർ അമിതാഭ് കാന്ത് കളക്ടറായിരുന്ന കാലത്ത് ഇവിടെ ഒരു ഇത് രൂപീകരിച്ചു, യൂസേഴ്സ് ഫീ. ഇങ്ങനെ ജനങ്ങളുടെ നമ്മളിപ്പം പറയുന്നില്ലേ നെഞ്ചോട് പിടിക്കണം പ്രവാസീനെ പറയുമ്പോൾ, ഇന്നലെയും നമ്മൾ കുത്തുകൊടുത്ത് പ്രവാസിയുടെ നെഞ്ചത്ത് തന്നെയാണ്. ഞാൻ അതേ പറയുള്ളൂ. കാരണം ഇതിലൊരു രാഷ്ട്രീയ അല്ലാതെ തന്നെ ഇതിൻ്റെ ഒരു ലോബി ഇതിൻ്റെ പിന്നിൽ കളിക്കുന്നുണ്ട്. വാട്ട് ഈസ് ദെയർ ഇൻട്രസ്റ്റ് ഐ ഡോണ്ട് നോ. ഈ ഞാൻ പറയുകയാണെങ്കിൽ രാജ്യദ്രോഹം തന്നെയായിട്ട് പറയണം. കാരണം കരിപ്പൂർ വിമാനത്താവളത്തെ നശിപ്പിക്കണം എന്ന ഉദ്ദേശത്തോടു കൂടി പ്രവർത്തിക്കുന്ന ലോബി എന്നാണ് ഉദ്ദേശിക്കുന്നത്. തീർച്ചയായിട്ടും. കാരണം ഒരു കാലത്ത് കരിപ്പൂർ വിമാനത്താവളത്തിൽ വന്ന ഹജ്ജ് ഫ്ലൈറ്റ് ഒരു സംവിധാനം ഇല്ലാത്തപ്പോൾ 777 എടുത്ത് ഇവിടെ ഹജ്ജ് ഫ്ലൈറ്റ് ഓപ്പറേറ്റ് ചെയ്ത ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അനേകായിരം ഫ്ലൈറ്റുകൾ വന്നു. 88 തൊട്ടിട്ട് ഫ്ലൈറ്റ് വന്നു, ഇന്റർനാഷണൽ ഫ്ലൈറ്റ് വന്നു. ഐ സെഡ് നോ തേർഡ് റവന്യൂ ഓപ്പറേറ്റിംഗ് എയർപോർട്ട് വാസ് കാലിക്കറ്റ് ഇന്റർനാഷണൽ എയർപോർട്ട്. വൺസ് ദ കൊച്ചിൻ കെയിം എവറിത്തിങ് വാസ് ചേഞ്ച്. അന്ന് തൊട്ടാണ് കുറ്റം. നമ്മളിപ്പോൾ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ 2 മരുമക്കളെ കൊണ്ടുവന്ന രണ്ടാമത്തെ മരുമോള് വരുമ്പോൾ മൂത്ത മരുമോളെ കുറ്റം പറയുന്ന ആ സ്റ്റൈലിലാണ്, അത്രയും തരം താന്ന സ്റ്റൈലിലാണ് ഞാനത് യൂസ് ചെയ്യാൻ കാരണം. അതുകൊണ്ട് തരം താന്ന സ്റ്റൈലിലാണ് ഈ എയർപോർട്ടിനെ നമ്മൾ നശിപ്പിക്കാൻ ശ്രമിച്ചത്. കാരണം ഒരു ഫയൽ പോലും നീങ്ങുമ്പോൾ അപ്പോൾ അത് ഇടപെടും. പിന്നെ ഞാൻ ഒരു ചോദ്യം ഇവിടെ ഇമ്പോർട്ടൻറ്റ് ചോദ്യമാണ്. എവറി എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ is having an advisory board. That is a MP ആണ് അതിൻ്റെ അഡ്വൈസറി ബോർഡ് ചെയർമാൻ. അപ്പോൾ ഈ എയർപോർട്ടിൽ ഇത്ര അധികം നിങ്ങൾക്കറിയാം ഈച്ച് ആൻഡ് എവറിത്തിങ്
ഇപ്പോൾ എയർപോർട്ട് ടെർമിനലിൽ വിളിക്കുക അറിയണതിനേക്കാളധികം ഇവിടുത്തെ ജനങ്ങൾക്ക് കോഴിക്കോട് എയർപോർട്ടിൽ ഷെഡ്യൂളോ അവിടെ വരുന്ന വിമാനമോ അല്ലെങ്കിൽ അവിടുത്തെ ലഗേജ് വരുന്നതോ അവിടെ കസ്റ്റംസിൽ ഇഷ്യൂ ഉണ്ടായതോ ഒക്കെ ഫസ്റ്റ് അറിയാൻ നാട്ടുകാരായിരിക്കും. കാരണം പ്രവാസിയുടെ ഒരു വേർപ്പുള്ള എയർപോർട്ടാകുമ്പോൾ എവ്രിബഡി ഈസ് ഇൻട്രസ്റ്റഡ്, ഈച്ച് ആൻഡ് എവ്രിബഡി നോ എവറിത്തിങ്. ഈവൺ ഐ തിങ്ക് കുറേ സീക്രറ്റ്സ് പോലും അവിടുത്തെ എയർപോർട്ട് അതോറിറ്റീൻ്റെ വരെ നാട്ടിൽ പരസ്യമാണ്. അത്രത്തോളം നമ്മൾ ഒരു എൻട്രി പബ്ലിക്കിന് കൊടുക്കും, നമ്മളെല്ലാം ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇറ്റ്സ് ഗുഡ്, പബ്ലിക്കിന് എപ്പോഴും കരുതലുള്ള ഒരു എയർപോർട്ട്. ബട്ട് വൈ ദിസ് ടൈപ്പ് ഓഫ് ടെക്നിക്കൽ തിങ്സ് വി ആർ നോട്ട് ബോതേർഡ്? ദാറ്റ്സ് എ ബിഗ് ക്വസ്റ്റ്യൻ. വാട്ട് ഇസ് ദേ സിറ്റിംഗ് ഫോർ, this advisory board under the MP? Because it is not a personal thing, I'm telling. Everything professionally we have to sing. I'm not talking about any politics, because this happened in the before airport was closed down. ഞാൻ പറഞ്ഞില്ല, ഈ റിപ്പയറിംഗ് വരുന്ന കാലം it was UPA government, and gradually it came into the under Modi government. But anything it happens, nobody will see in Delhi. Any prime minister cannot come and see what അല്ല മാം, എന്തായാലും ഇനിയിപ്പോൾ പ്രശ്നം കൂടുതൽ വഷളാവുകയും സങ്കീർണമാവുകയല്ലേ ചെയ്യുള്ളൂ. കാരണം ഇനി എത്ര പേർ വന്ന് കരിപ്പൂർ വിമാനത്താവളത്തിൽ ലാൻഡ് ചെയ്യും? ആളുകളുടെ ഉള്ളിൽ ഒരു ഭയമുണ്ടാവില്ലേ? കാരണം അതിൻ്റെ ഭീകരാവസ്ഥ മനസ്സിലായി, നാട്ടുകാർക്ക് മനസ്സിലായി. ഈ ടേബിൾ ടോപ്പ് അത് 35 അടി താഴ്ചയിലേക്കാണ് പോകുന്നത് അല്ലേ? അതുകൊണ്ട് തന്നെയല്ലേ ഒരു എയ്റോപ്ലെയിൻ രണ്ടായി പിളർന്നു പോകുക എന്ന് പറയുമ്പോൾ അതിൻ്റെ ആ ഒരു പതനത്തിൻ്റെ ആ ഒരു ആഘാതം എത്രയുണ്ട് എന്ന് നമുക്ക് വ്യക്തമാണല്ലോ. അപ്പോൾ എന്തായാലും കരിപ്പൂരിൽ ഇനി കരിപ്പൂരിൻ്റെ സുവർണകാലത്തെക്കുറിച്ച് മേഡം പറയുകയുണ്ടായി. അങ്ങനെ ഒരു സുവർണകാലം ഇനി തിരിച്ചു കിട്ടുമെന്ന് കരുതുന്നുണ്ടോ? ഏറ്റവും കൂടുതൽ റവന്യൂ ജനറേറ്റ് ചെയ്യുന്ന ഒരു എയർപോർട്ടാണ് എന്ന് പറയുന്നു. പക്ഷേ ആ ഒരു സുവർണകാലം ഇനി ഉണ്ടാവുമോ? ദിസ് ഇസ് എ പൊളിറ്റിക്കൽ പ്രഷർ കൊണ്ട് അല്ല കാലിക്കറ്റ് എയർപോർട്ട് വീണ്ടും പുനർജീവിച്ചത്. എയർലൈൻ കമ്പനീസിൻ്റെ സ്റ്റഡീസ് വെച്ചിട്ട് ദേ നീഡ് ദിസ് മച്ച് എന്നുള്ള സ്റ്റഡി മെറ്റീരിയൽസ് നമ്മളെയൊക്കെ കയ്യിലുണ്ട്. എമിറേറ്റ്സ് എയർലൈൻസ്, സൗദി എയർലൈൻസ്, ഈവൺ എയർ ഇന്ത്യ ഇസ് റെഡി ടു ഓപ്പറേറ്റ് ഇൻ ദിസ്. ബട്ട് കണ്ടിന്യൂസ് ഇൻസ്റ്റൻറ്റ് ചെക്കപ്പ് ഓൾ ദിസ് തിങ്സ് നമ്മൾ സപ്ലൈ ചെയ്യേണ്ടത്. ദാറ്റ് ഈസ് ദ ഡ്യൂട്ടി ഓഫ് ദ എയർപോർട്ട് അതോറിറ്റി ഓർ ദാറ്റ് സ്റ്റേഷൻ ഓർ ദ അഡ്വൈസറി ബോർഡ്, എനിത്തിങ് ലൈക്ക് ദാറ്റ്. അപ്പോൾ ആ ഒരു ഇത് ചെയ്യാണ്ട് വി ആർ നോട്ട് ഈവൻ മെയിൻറ്റെയിനിങ് എ ബാത്റൂം in our airport. It's shameless for our country. കേരളത്തിലുള്ള ഒരു എയർപോർട്ട് അതോറിറ്റി, what are we doing? അതുപോലെ മെയിൻറ്റെയിൻ ചെയ്യാതെ ദാറ്റ് ഈസ് ബാഡ്. നമ്മൾ ഒരാളെ ചീത്തയാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ അങ്ങോട്ട് മാറ്റി നിർത്തണം എന്ന് പറഞ്ഞ് ഹൗ മച്ച് വി സ്പെൻഡ് ലാസ്റ്റ് 3 years in our airport. ഗവൺമെൻറ് ഇപ്പോൾ ഇൻട്രസ്റ്റ് ഇല്ലാത്ത സാധനമാണെങ്കിൽ ഗവൺമെൻറ് ഇത്രയും സ്പെൻഡ് ചെയ്യില്ല. സോ ദ പീപ്പിൾ ഹു ഹാവ് ടു ടേക്കിംഗ് അപ്പ് ദിസ്, അവരത് ചെയ്തേ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഈ ഇൻസ്റ്റൻറ്റ് ചെക്കപ്പ് ഇപ്പോൾ റൺവേയിലെ കാര്യങ്ങൾ പറഞ്ഞു, അതേപോലെ ബെല്ലി ലാൻഡിങ്, ആസ് മൈ എക്സ്പീരിയൻസ് കൻ ഐ ടെൽ യു, നമ്മളൊരു മരിച്ചുപോയ പൈലറ്റിനോട് ചെയ്യണ ഏറ്റവും വലിയ ഒരു അനീതിയായിരിക്കും. ഹി ന്യൂ ദറ്റ് ബ്രേക്ക് ഇസ് നോട്ട് ദെയർ ആൻഡ് ഹി ഡിൻ ഏതൊരു പൈലറ്റോ ഇൻ മൈ 23 years ഓഫ് എക്സ്പീരിയൻസ് ഒരു എയർപോർട്ടിൽ ഇരിക്കുമ്പോൾ ഒരു ദിവസം നമ്മളൊരു 30-35 എയർക്രാഫ്റ്റ് ലാൻഡ് ചെയ്യണ കാണും. പലർക്കും പ്രശ്നമുണ്ടാവും. ഒരു ചെറിയ ഈ പൈലറ്റുമാരെ സ്വഭാവം, ദേ ആർ ദ ഡിമാൻഡിങ് പീപ്പിൾ ഓഫ് ദിസ് വേൾഡ്. യുനോ, ഒരു ചെറിയ സാധനം ഉണ്ടെങ്കിൽ ദേ വിൽ ഇൻഫോം ATC ആൻഡ് ടെൽ us വി നീഡ് ദിസ് ദാറ്റ് ദിസ് പറഞ്ഞിട്ട് പിന്നെ എമർജൻസി ലാൻഡിങ്ങിന് വേണ്ടിയിട്ട് അയാൾ എന്തെല്ലാം ഡിമാൻഡ് ചെയ്യും. ആൻഡ് ഹി വിൽ നെവർ ചൂസ് ദിസ് എയർപോർട്ട് ഫോർ ആൻ എമർജൻസി ലാൻഡിങ്. He will take another airport because he had enough fuel. അല്ലേ? പിന്നെ ഈ കാറ്റിൻ്റെ ദിശ തന്നെയാണ് അത് ഇൻഫോം കിട്ടിയപ്പോഴുള്ള ഈ വാട്ടർ ഹാസ് ഫൈസൽ ജി ആൻഡ് ദ എഞ്ചിനീയർ സെറ്റ് ദ വാട്ടർ ലെവൽ ദാറ്റ് ദേ ഷുഡ് ഹാവ് മാനുവലി ചെക്ക്ഡ് എവറിത്തിങ്. ഡിജിറ്റൽ പറഞ്ഞ് നമ്മൾ മേലെ ഇരുന്നിട്ട് കാര്യമില്ല, ചെക്ക് ചെയ്യേണ്ട കാര്യം എത്ര തിരക്കായാലും. വി ഷുഡ് ഹാവ്, I think we have to check the manpower of this ATC also. How many is there, enough and more staff is there for the duty. അതും നമ്മളൊരു വിഷയമാണ്. കാരണം ഇത് ഓരോ സാധനം അപ്പോൾ ഓരോ സാധനങ്ങൾ നമ്മൾ ലാഗ് ചെയ്ത് നമ്മുടെ എയർപോർട്ടിനെ കൊല്ലുക. അപ്പം നമ്മുടെ സുവർണ അവസരത്തിലേക്ക് നമ്മൾ തിരിച്ചു പോകണം. ഈ കാലിക്കറ്റ് എയർപോർട്ട് പറയുമ്പോൾ നമ്മുടെ, കാരണം നമ്മളെ പ്രസ്റ്റീജിയസ് എയർപോർട്ടാണ്. ഓക്കെ, അഡ്വക്കേറ്റ് ഗോപാലകൃഷ്ണൻ, അങ്ങനെ ശ്രീമതി നുസ്രത്ത് ജഹാൻ സംശയിക്കുന്നത് പോലെ
നമ്മുടെ കരിപ്പൂർ എയർപോർട്ടിനെ ശ്വാസം മുട്ടിച്ച് കൊല്ലാനുള്ള ചില ശ്രമങ്ങൾ വല്ലതും നടക്കുന്നുണ്ടോ? കറുത്ത കരങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടോ? ശ്വാസം മുട്ടിച്ച് കൊല്ലം എന്നാരെങ്കിലും ശ്രമിക്കുന്നുള്ളതായിട്ട് എനിക്കറിയില്ല. എനിക്കറിയാത്ത കാര്യം എനിക്ക് പറയാൻ കഴിയില്ല. അല്ല, അവിടെ ATCയിൽ പോലും വേണ്ടത്ര എയർ ട്രാഫിക് കൺട്രോളിങ്ങിന് പോലും വേണ്ടത്ര സ്റ്റാഫിനെ കൊടുക്കുന്നില്ല. മാത്രമല്ല വളരെ ഡേർട്ടി ആയിട്ടുള്ള അന്തരീക്ഷം. അപ്പം ഒരു കാലത്ത് ഏറ്റവും കൂടുതൽ റവന്യൂ ജനറേറ്റ് ചെയ്ത ഒരു എയർപോർട്ടാണ്. അപ്പോൾ സ്വാഭാവികമായും കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട എയർപോർട്ട് എന്ന നിലയിൽ അതിൻ്റെ വികസനത്തിന് വേണ്ടി രാഷ്ട്രീയം മറന്ന് എല്ലാവരും വാദിക്കേണ്ടതല്ലേ? അല്ല, വാസ്തവത്തിൽ എയർപോർട്ട് അതോറിറ്റി ഇപ്പം നമുക്ക് നെടുമ്പാശ്ശേരി എയർപോർട്ടിനെ വെച്ച് കമ്പയർ ചെയ്താൽ നെടുമ്പാശ്ശേരി എയർപോർട്ട് വളരെ കൂടുതൽ വികസനത്തിന്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോകുന്നുണ്ട്. പക്ഷെ വികസനത്തിന്റെ അടിസ്ഥാനത്തിൽ കരിപ്പൂർ എയർപോർട്ട് മുന്നോട്ട് പോകുന്നില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അത് എയർപോർട്ടിന്റെ വികസനം അതിന്റെ ചുറ്റുപാടിന്റെ വികസനം കൂടി കണക്ട് ചെയ്തുകൊണ്ടാണ്. അതിന്റെ ചുറ്റുപാടിലുള്ള കൂടുതൽ ഭൂമി എടുക്കണം, കൂടുതൽ അതുമായി ബന്ധപ്പെടണം. അതിന് റവന്യൂ ഡിപ്പാർട്ട്മെന്റിന്റെ സഹായമുണ്ട്. അത്തരത്തിലുള്ള പല കാര്യങ്ങളും അവിടെ തടയപ്പെട്ടു, നടന്നില്ല. എയർപോർട്ട് അതോറിറ്റി പോയി മടങ്ങി. മാത്രമല്ല MP-യും അതുപോലെ എയർപോർട്ടിന്റെ കാര്യങ്ങൾ നോക്കുന്ന, നേരത്തെ ഇവിടെ എന്റെ സഹോദരി സൂചിപ്പിച്ചതുപോലെയുള്ള ആ അതോറിറ്റിയുമായി ബന്ധപ്പെട്ട അവിടുത്തെ ഡെവലപ്മെന്റ്സ് നോക്കുന്ന ആ ഗ്രൂപ്പ് അതിന്റെ പൂർണ്ണതയ്ക്ക് വേണ്ടി ശ്രമിക്കുന്നുണ്ടോ എന്നുള്ള കാര്യം സംശയമുണ്ട്. കാരണം അല്ലെങ്കിൽ ഇതിനു മുമ്പ് തന്നെ അവിടുത്തെ വികസന പ്രവർത്തനങ്ങൾ നടക്കേണ്ടതായിരുന്നു. 2011 എനിക്ക് തോന്നുന്നു വണ്ടിസ്റ്റ് മോഹൻ രംഗരാജനോ മറ്റോണ് എന്റെ പേര്, ഞാൻ ഓർമ്മയില്ല പേര്. അദ്ദേഹം 2011 പറഞ്ഞിരുന്നു ഈ എയർപോർട്ടിൽ. 2011 പറയുമ്പോൾ ഇപ്പൊ ഇവിടെ സംസാരിച്ച എന്റെ സഹോദരിയുടെ അഭിപ്രായത്തിൽ അത് നന്നായി നടക്കുന്ന ഒരു കാലം തന്നെയാണല്ലോ ഏകദേശം. 2011 2010 2011 ഒക്കെ തന്നെ ഈ വിഷയത്തിൽ കരിപ്പൂർ എയർപോർട്ടിനെ കുറിച്ച്, അതിന്റെ വിസിബിലിറ്റിയെ കുറിച്ച്, അതിന്റെ റൺവേയുടെ വീതിയെ കുറിച്ച് ഒക്കെ ധാരാളം പരാതികളും അവിടെ റെയിനി സീസണിൽ മൺസൂൺ കാലഘട്ടത്തിൽ വലിയ വിമാനങ്ങൾ ഇറക്കാൻ പാടില്ല എന്ന നിർദ്ദേശം പോലും കൊടുത്തിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ അവിടെ ആരും നിർബന്ധിച്ചിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ അതിനെ കാരണം അത് ആ സംഭാഷണം ആ സഹോദരി സംസാരിച്ചത് അത് എനിക്ക് തോന്നുന്നില്ല. കാരണം അത് വേറെ വഴിക്കൊക്കെ പല രീതിയിലും ചർച്ച ചെയ്യപ്പെടാനോ അല്ലെങ്കിൽ വ്യാഖ്യാനിക്കപ്പെടാനോ ഇടയുള്ള വരികയാണ്. അതുകൊണ്ട് അത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നമ്മുടെ നാട്ടിൽ എല്ലാ സ്ഥലത്തും എല്ലാ ജില്ലകളിലും എയർപോർട്ട് വേണമെന്ന് ചിന്തിക്കുന്ന ആളുകളാണ് ഇന്ന് എല്ലാ ജില്ലയിലും. മാത്രമല്ല, നരേന്ദ്രമോദി വന്നതിന് ശേഷം എയർപോർട്ടിന്റെ റൺവേയുടെ വീതി കൂട്ടാനും നീളം കൂട്ടാനും ഒക്കെ എല്ലാ സ്ഥലത്തും പരിശ്രമിച്ചിരുന്നു. പക്ഷെ കരിപ്പൂർ വിമാനത്താവളത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ ലോബിയിങ് ഉണ്ടായിട്ടുണ്ടാവാം. ആ ലോബിയിങ് എന്തിനുള്ളതാണോ എന്നുള്ളത് നോക്കേണ്ടി വരും. പക്ഷെ അവിടെ വേണമെന്ന് വെച്ചിട്ടുള്ള ഒരു തടയലോ അല്ലെങ്കിൽ ഇല്ലാതാക്കാനുള്ള ശ്രമമൊന്നും നടക്കുന്നതായിട്ട് എനിക്കറിയില്ല. കൂടുതൽ എനിക്കറിയാത്ത കാര്യം പറയാൻ പറ്റില്ല. പക്ഷെ ഞാൻ ഇതിനെക്കുറിച്ച് ഇന്നലത്തെ നമ്മുടെ അപകടത്തെക്കുറിച്ച് റഡാറിൽ വന്നിട്ടുള്ള ഒരു അമേരിക്കൻ റഡാറിൽ വന്നതായിട്ട് സൂചിപ്പിച്ചിട്ട് 1-2 കാര്യങ്ങൾ, രേഖകൾ ചില ആളുകൾ എഴുതിയിട്ടുണ്ട്. അത് വെച്ചിട്ട് ശരിയാണോ എന്ന് എനിക്കറിയില്ല. ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങളാണ് ഞാൻ സംസാരിക്കുന്നത്. ഇതൊക്കെ ഹൈലി ടെക്നിക്കൽ കാര്യങ്ങളാണ്. നമ്മളെപ്പോലുള്ള ആളുകൾക്ക് ടെക്നിക്കൽ കാര്യങ്ങൾ കൂടുതൽ അറിയണമെന്നില്ല. അതുകൊണ്ട് ഈ പാനലിലുള്ളവർക്ക് അത് പറയാം. പക്ഷെ ഞാൻ കേട്ടത് ഏതാണ്ട് 1983 ഹൈറ്റിലാണ് അത് വന്നിരിക്കുന്നത്. അപ്പൊ അതിനകത്ത് സ്പീഡ് അതിൽ ഏതാണ്ട് 176 സ്പീഡ് നോട്ട്സ് ആയിട്ടാണ് പറയുന്നത്. 176 സ്പീഡ് ആയിരുന്നു എന്ന് പറയുന്നു. ആ സ്പീഡ് വരുമ്പോൾ സ്വാഭാവികമായും 3 മില്ലിമീറ്റർ വെള്ളം അവിടെ ഉണ്ടായിരുന്നുവെന്നും റൺവേയിൽ ഉണ്ടായിരുന്നുവെന്നും ആ സ്പീഡിൽ വന്നാൽ അത് തെറ്റാൻ സാധ്യതയുണ്ടെന്നൊക്കെ ആണ് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അപ്പൊ അങ്ങനെ വന്നാൽ വെള്ളം അവിടെ ഉണ്ടെങ്കിൽ, റൺവേയിൽ വെള്ളമുണ്ടെങ്കിൽ ലാൻഡ് ചെയ്യാൻ പാടില്ലാത്തതാണ്. എന്റെ ഇപ്പോഴും ഒരു സന്ദേഹവും ഒരു ചോദ്യവും ഇവിടുത്തെ ടെക്നിക്കലായിട്ടുള്ള ഈ പാനലിസ്റ്റുകളോട് ചോദിക്കുന്നത്, 2 പ്രാവശ്യം അദ്ദേഹം പരിശ്രമിച്ച് മടങ്ങി. അതെന്തുകൊണ്ടായിരിക്കും? അതിനെക്കുറിച്ച് എനിക്കൊന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. എനിക്കിത് മനസ്സിലാകാത്തത് കൊണ്ടാണ് ഞാൻ ഇവരോട് ചോദിക്കുന്നത്. ഓക്കെ ബബിരാജ് എന്തായാലും അതിന് മറുപടി പറയും. ബബിരാജിലേക്ക് പോകുന്നതിന് മുമ്പ് ഇന്നലെ രക്ഷാപ്രവർത്തനത്തിൻ്റെ മുൻനിരയിൽ നിന്ന ഒരു ചെറുപ്പക്കാരൻ, അദ്ദേഹത്തിൻ്റെ പേര് അജ്മൽ ടെലിഫോൺ ലൈനിൽ ചേരുന്നു. അജ്മൽ,
ആദ്യമായി അഭിനന്ദനങ്ങൾ. കാരണം എല്ലാ പ്രതികൂല സാഹചര്യങ്ങളെയും അതിജീവിച്ചുകൊണ്ട് ഇങ്ങനെയൊരു അപകടം നടന്നപ്പോൾ നിങ്ങളുടെ മനസ്സാന്നിധ്യം, മാത്രമല്ല കൊറോണ ഭീതിയൊക്കെ നിൽക്കുന്നുണ്ട്, അതൊക്കെ മാറ്റിവെച്ചുകൊണ്ട് വിമാനത്തിനകത്ത് കയറി യാത്രക്കാരെ, അപകടത്തിൽ പരിക്കേറ്റ യാത്രക്കാരെ, ഭയചകിതരായി നിൽക്കുന്ന യാത്രക്കാരെ അടക്കം പുറത്തേക്ക് കൊണ്ടുവന്ന് നിങ്ങളുടെ സ്വന്തം വാഹനങ്ങളിൽ ഉടനടി ആശുപത്രിയിൽ എത്തിക്കാനുള്ള ആ ഒരു മനസ്സിനെ ആദ്യമായി അഭിനന്ദിക്കുകയാണ്. അഫ്സൽ, എന്തായിരുന്നു അനുഭവം ഇന്നലത്തെ? അജ്മൽ. അതെ, ഞങ്ങള് ഏകദേശം നമ്മൾ ഇവിടെ ഒരു 7:30 7:45 ഇടക്കാണ് നമ്മൾ ഈ വലിയൊരു സ്ഫോടനത്തോട് കൂടിയുള്ളൊരു ശബ്ദം കേൾക്കുന്നത്. അജ്മൽ തൊട്ടടുത്ത് തന്നെയാണോ താമസിക്കുന്നത്? എയർപോർട്ടിന്റെ 30 മീറ്റർ മാറിയിട്ടാണ് എന്റെ വീട് കിടക്കുന്നത്. നമ്മൾ ഈ സൗണ്ട് കേൾക്കുന്ന രണ്ട് വലിയ സ്ഫോടകമായിട്ടുള്ളൊരു 2 സൗണ്ടായിരുന്നു കേൾക്കുന്നത്. അപ്പൊ ഇതിന്റെ മുന്നേ നമ്മൾ ഈ പ്രദേശം എന്ന് പറഞ്ഞാൽ കുറച്ചപ്പുറത്ത് തന്നെ ഈ കോറികളെല്ലാം പ്രവർത്തിക്കുന്നത്. അഥവാ മിനി ഊട്ടി എന്നൊക്കെ പറയുന്ന സ്ഥലങ്ങളിൽ വെച്ച് അരിമ്പ്ര ഈ ഏരിയയിലെ കോറികൾ പൊട്ടിക്കുമ്പോൾ വരെ ഇതുമാതിരിയുള്ളൊരു സൗണ്ട് നമുക്ക് ഇതുവരെ കേട്ടിട്ടില്ല നമ്മൾ ഈ പരിസരത്ത് കൂട്ടി. തുടർന്ന് ഞങ്ങൾ വീടിന്റെ ഈ വെളിയിലിറങ്ങി നോക്കുമ്പോൾ ഈ ഫ്ലൈറ്റിന്റെ മുൻഭാഗമാണ് നമ്മൾ കാണുന്നത്. ഉടനെ തന്നെ ഞങ്ങൾ ഫ്ലൈറ്റ് വീണിട്ടുണ്ട് എന്ന് പറഞ്ഞ് റോട്ടിലൂടെ ഓടുകയും പോകുന്ന വഴിക്ക് തന്നെ എല്ലാവരും കാണുകയും എന്താ സംഭവം ചോദിച്ചത്, ഇങ്ങനെ ഫ്ലൈറ്റ് വീണിട്ടുണ്ട് ഇറങ്ങി ഓടി അവിടെ എത്തുമ്പോൾ നമ്മൾ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ ആ മതിലിനോട് ചേർന്നിട്ടാണ് അതിന്റെ ഈ ഫ്രണ്ട് ഭാഗം വിമാനത്തിന്റെ മതിലിനോട് ഏകദേശം ഇടിച്ചു നിൽക്കുന്നതാണ് കാണുന്നത്. അവിടെ ചെറിയൊരു പൊട്ടലിലൂടെ 2 പൈലറ്റുമാരെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അജ്മൽ ഒരു കാര്യം ചോദിച്ചോട്ടെ. അജ്മൽ, ഈ സാധാരണ വിമാനം ഇങ്ങനെ ഒരു അവസ്ഥയിൽ അത് പൊട്ടിത്തെറിക്കുമെന്ന ഭയമൊന്നും ഉണ്ടായിരുന്നില്ലേ, ആശങ്കയൊന്നും ഉണ്ടായിരുന്നില്ലേ നിങ്ങൾക്ക്? ഉണ്ടായിരുന്നു. അതിന് ആദ്യം തന്നെ ഞങ്ങൾ മുൻകരുതൽ എന്ന നിലയ്ക്ക് ചെയ്തത് അത് ഈ ക്രോസ് റോഡ് എന്ന് പറയുന്ന ഈ എയർപോർട്ടിന്റെ തന്നെ അധികാരത്തിലുള്ള ഈ ക്രോസ് റോഡ് എന്ന് പറയുന്ന ഈ റോഡിന്റെ 2 വശത്തു കൂടി വരുന്ന വാഹനങ്ങളുടെ എൻജിൻ ഓഫ് ചെയ്ത് ഞങ്ങൾ അതിന്റെ മുൻകരുതലുകൾ ആദ്യം തന്നെ എടുത്തിരുന്നു. അതുപോലെ തന്നെ സമീപ പ്രദേശത്തുള്ള വീടുകളിലെ ഗ്യാസ് കണക്ഷനുകളെല്ലാം ഓഫ് ചെയ്യിച്ചിരുന്നു. ഇങ്ങനെ എണ്ണ ഈ ലീക്ക് ഉണ്ട് എന്ന് അറിഞ്ഞപ്പോൾ തന്നെ. അജ്മൽ, ഈ വിമാനത്തിനകത്ത് കയറിയോ? അതെങ്ങനെ സാധിച്ചു? അത് ഞങ്ങൾ അവിടെ എത്തുന്ന നേരത്തെ ഇതുപോലെ അതിൽ നിന്ന് തെറിച്ച് വീണ പാസഞ്ചേഴ്സ് ഈ ഗേറ്റിന് അവിടെ ഒരു ഗേറ്റ് ഉണ്ട്, ഇവർക്ക് എമർജൻസി എക്സിറ്റ് ആയിട്ട് തുറക്കാനുള്ളൊരു ഗേറ്റ് ഉണ്ട് ഈ എയർപോർട്ട് അതോറിറ്റിയുടെ. ആ ഗേറ്റിലേക്ക് ഈ യാത്രക്കാരൻ വന്ന് നിലവിളിച്ച് അടിക്കുകയും ഞങ്ങൾ രക്ഷിക്കണം എന്ന് പറഞ്ഞ് അലമുറയിട്ട് കരയുകയും അതുപോലെ തന്നെ യാത്രക്കാർ കരയുകയും മുന്നാടി ചെയ്തതിന്റെ പേരിൽ ഞങ്ങൾ ആദ്യം തന്നെ ഒത്തുകൂടി ഏകദേശം 10-15ഓളം ചെറുപ്പക്കാരും എല്ലാവരും കൂടി ആ ഡോറിൽ ആഞ്ഞടിക്കുകയും അതിന്റെ ശ്രമഫലമായി CRPF അത് തുറന്നു തരികയും ചെയ്തു. എന്നതിന് ശേഷം ഞങ്ങൾ അവിടെ നിൽക്കുമ്പോൾ ആദ്യം തന്നെ അവിടെ ഒരു ആംബുലൻസ്, അതിലൊരു ഡ്രൈവറും പിന്നെ ഫയർ റെസ്ക്യൂവിന്റെ ഒരു വാഹനവും, അതിൽ 4 പേരും, ടോട്ടൽ 5 പേരുമായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ ഈ 190 പേര് അടങ്ങുന്ന ഈ സംഘത്തെ ഈ വരുന്ന 5 ആളുകളെ കൊണ്ട് ഒറ്റയ്ക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ള പൂർണ്ണ ഉത്തമ ബോധ്യത്തോടു കൂടി തന്നെ ഞങ്ങൾ അങ്ങോട്ട് ആവശ്യപ്പെട്ട് ഇരിക്കുന്നു ഫയർ സർവീസിന്റെ അവരോട് ഞങ്ങൾ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യണോ എന്ന് ചോദിച്ചു. അവർ ഇങ്ങോട്ട് തന്നെ പറഞ്ഞു തീർച്ചയായും നിങ്ങൾ സഹായിക്കണം എന്ന് പറഞ്ഞതിന്റെ ശേഷമാണ് ഞങ്ങൾ ഈ വിമാനത്തിന്റെ അകത്തേക്കും അവിടെ ഇങ്ങനെ തെറിച്ചു വീണ യാത്രക്കാരെയും എല്ലാം എടുത്തു. ഞങ്ങൾ ഈ സ്വകാര്യ വ്യക്തികളുടെ വാഹനങ്ങളിലാണ് ആദ്യം ഏകദേശം 50% പേരെ ഞങ്ങൾ സ്വകാര്യ വാഹനങ്ങളിൽ തന്നെയാണ് ഹോസ്പിറ്റലിൽ എത്തിച്ചിരുന്നത്. അജ്മൽ, ഈ കോക്പിറ്റിൽ പൈലറ്റും കോ പൈലറ്റും ആ സമയത്ത് അവർ അബോധാവസ്ഥയിലായിരുന്നോ? അല്ല, അവര് തുടക്കത്തിൽ ഞങ്ങൾ ചെന്ന ടൈമിൽ അവർ ഏകദേശം സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒരു ചെറിയ ബോധമുണ്ടായിരുന്നു. ബോധം ഏകദേശം അവസാനത്തോട് എടുക്കുമ്പോഴാണ് അവരുടെ ബോധം ഏകദേശം മറിഞ്ഞു തുടങ്ങിയത്. അതുകൊണ്ട് എടുക്കാൻ കഴിയാതെ പിന്നീട് JCB ഉപയോഗിച്ച് ആ മതില് പൊളിക്കുകയും എന്നതിന് ശേഷമാണ് അവരെടുക്കാൻ കഴിഞ്ഞത്. അതുവരെ പൈലറ്റുമാർ അവിടെ ആയിരുന്നു. ഞങ്ങൾ കാണുമ്പോൾ എയറോസ്റ്റേഴ്സ് മാത്രം അതിലുള്ള 4 സ്റ്റാഫുകളാണ് അധികം ഗുരുതര പരിക്കുകൾ ഇല്ലാതെ രക്ഷപ്പെട്ടതായിട്ട് ഞങ്ങളെ കാഴ്ചയിൽ ഞങ്ങൾ തോന്നിയിട്ടുള്ളത്. മറ്റൊരു കാര്യം കൂടി ഞാൻ ചോദിച്ചോട്ടെ. ഈ പ്രവാസ ലോകത്ത് നിന്ന് മടങ്ങി എത്തുന്നവർ അവർ കൊറോണയുമായി വരുന്നു എന്ന പ്രചരണങ്ങളൊക്കെ നടക്കുകയാണ് നമ്മുടെ നാട്ടിൽ. അവരെ സ്വന്തം വീട്ടിൽ പോലും
അടുപ്പിക്കാതെ മാറ്റി നിർത്തുന്നു. അത്തരം ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഒക്കെ ഉള്ള ഒരു പശ്ചാത്തലത്തിലാണ് നിങ്ങളെപ്പോലുള്ള കുറേ ചെറുപ്പക്കാർ അതൊക്കെ മറന്നുകൊണ്ട് ഈ രക്ഷാപ്രവർത്തനത്തിൽ സജീവമായി ഏർപ്പെടുന്നത്. ഇതിപ്പോൾ ക്വാറന്റൈനിലാണെന്ന് തോന്നുന്നു അല്ലേ, അജ്മൽ ഉൾപ്പെടെയുള്ളവർ? അതെ, ഞങ്ങൾ ഇപ്പോൾ ഇന്നലെ ആ റെസ്ക്യൂവിൽ പങ്കെടുത്ത എല്ലാവരോടും ക്വാറന്റൈനിൽ കയറാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ആരോഗ്യ പ്രവർത്തന മേഖലയിൽ നിന്ന് നമുക്ക് കിട്ടിയ റിപ്പോർട്ട് അങ്ങനെയാണ്. സ്വമേധയാ ക്വാറന്റൈനിൽ പോകണമെന്ന്. പിന്നെ ഇതിൽ ഞങ്ങൾ ഇറങ്ങിയത് കൊറോണ ഇന്നത് ഇവിടെ കണ്ടെയ്ൻമെന്റ് സോണാണ്. ഈ റോഡുകളെല്ലാം, സമാന്തര റോഡുകളെല്ലാം, ഹൈവേ ആയിട്ടുള്ള റോഡുകളെല്ലാം അടച്ചിരുന്നു. അതെല്ലാം തന്നെ ഇവിടെ നാട്ടുകാരെല്ലാവരും കൂടി ഏകദേശം 4ഓളം റോഡുകൾ, ടൗണായിട്ട് ബന്ധപ്പെടുന്ന 4ഓളം റോഡുകൾ, ഇവിടെ സമാന്തര റോഡുകൾ അടച്ചിരുന്നു. അതെല്ലാം ഉടനെ തന്നെ തുറക്കുകയും പിന്നെ ഇന്നലെ റെസ്ക്യൂവിൽ പങ്കെടുത്ത ഏകദേശം ആളുകളും ഈ പ്രവാസ ജീവിതം എന്താണെന്ന് നേരിട്ട് അനുഭവിച്ച വ്യക്തികളായി. ഞാനടക്കം ഏകദേശം 5-6 വർഷം പോലെ ഞാനടക്കം പ്രവാസിയായിരുന്നു, കുവൈത്തിലായിരുന്നു ഞങ്ങൾ വരെ. അപ്പൊ ഇവര് ഈ കൊറോണ അസുഖം ഉണ്ട് എന്നുള്ള ഒരു ചിന്തയില്ലാതെ അപ്പുറം നമ്മുടെ സഹോദരന്മാർ എന്നുള്ളൊരു രീതിയിലാണ് ഞങ്ങൾ ജാതി മത ഭേദമന്യേ എല്ലാവരും ഈ റെസ്ക്യൂവിൽ പങ്കെടുത്തിരുന്നു. അവിടെ ഞങ്ങൾ ഈ പ്രോട്ടോകോൾ, കൊറോണയുടെ പ്രോട്ടോകോൾ വരെ ലംഘിച്ചു എന്ന് തന്നെ പറയാം. അതൊന്നും ആ നേരത്തെ ഞങ്ങളുടെ മനസ്സിൽ, ഞങ്ങളുടെ സുരക്ഷാ മുൻകരുതൽ ഒന്നും ഞങ്ങൾ അപ്പോൾ തന്നെ വകവെച്ചിട്ടില്ല. കാരണം വീട്ടിൽ നമ്മൾ ഇറങ്ങി പോകുന്ന ടൈമിൽ ഇത് ഡയറക്റ്റ് കണ്ട് ഷർട്ട് വരെ ഇടാതെ നിൽക്കുന്ന ടൈമിൽ മുന്നിൽ എന്താണ് കണ്ടത് അത് ഇട്ടിട്ട് ഓടുന്നത്. മാസ്കോ, ഗ്ലൗസുകളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലാന്ന് തന്നെ പറയാം. ആ നേരത്തെ നമ്മൾ കാരണം നമ്മളെ മുന്നിലുള്ള കൂടപ്പിറപ്പുകളെ മാത്രമേ നമ്മളെ മനസ്സിൽ ഉണ്ടായിട്ടുള്ളൂ. ഒരു ജീവനെങ്കിൽ ഒരു ജീവൻ ഞങ്ങൾ നേരത്തെ കാലത്ത് എത്തിയാൽ രക്ഷിക്കാൻ കഴിയുമെന്നുള്ളൊരു മനസ്സിന്റെ ഒരു സാന്നിധ്യം കൊണ്ടാണ് ഞങ്ങൾ അവിടെ ഓടിച്ചെന്നത്. അജ്മൽ, നിങ്ങളുടെ വാക്കുകൾ മറ്റുള്ളവർക്കും പ്രചോദനം ആവട്ടെ. നിങ്ങളെപ്പോലുള്ള നല്ല ചെറുപ്പക്കാരാണ് ഈ നാടിനെ മുന്നോട്ട് നയിക്കുന്നത്. ആ മഹാമനസ്സിന് മുന്നിൽ ഞാൻ നമിക്കുന്നു. അജ്മൽ, ആ കൊണ്ടോട്ടി ആർമിയിലുള്ള എല്ലാവരെയും ജനം TV-യുടെ അന്വേഷണം, ആശംസകളൊക്കെ അറിയിക്കുക. വളരെയധികം നന്ദി ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്. തിരിച്ചെത്താൻ മറ്റൊരു ഇടവേള കൂടി. ജനം ഡിബേറ്റ് തുടരുന്നു. ബബിരാജ്, അഡ്വക്കേറ്റ് B. ഗോപാലകൃഷ്ണൻ്റെ സന്ദേഹം, അത് അദ്ദേഹം ഉന്നയിക്കേണ്ട എന്തിന് ക്യാപ്റ്റൻ സാത്തെ 2 തവണ അറ്റംപ്റ്റ് ചെയ്തു എന്നുള്ളത്, അതിനൊരു മറുപടി താങ്കളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായിരിക്കാം കാരണം? പറഞ്ഞു കൊടുക്കേണ്ടി വരും ജനറ്റിക്കൽ പ്രേക്ഷകർക്കും. കാരണം അവർക്ക് ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങൾ അറിയാൻ വഴിയില്ല. അപ്പോൾ അതുകൊണ്ട് സാധാരണക്കാരന്റെ ഭാഷയിൽ പറയുകയാണെന്ന് വെച്ചെങ്കിൽ, നമ്മളിപ്പോൾ പ്ലെയിന് കോഴിക്കോട് എയർപോർട്ട് 104 മീറ്റർ സീ ലെവലിലാണ് നിൽക്കുന്നത്, എലിവേഷനിലാണ് നിൽക്കുന്നത്. ഈ 104 ഈ എയർക്രാഫ്റ്റ് പറക്കുന്നത് ഒരു ഓപ്റ്റിമം ഹൈറ്റ് 28,000 ഫീറ്റ്, ഒരു 11 കിലോമീറ്റർ അപ്രോക്സിമേറ്റ്ലി പറയുകയാണെങ്കിൽ. അപ്പൊ ഈ 11 കിലോമീറ്ററിന് ഈ 104 മീറ്ററിലേക്ക് എയർക്രാഫ്റ്റിനെ ഇറക്കിക്കൊണ്ടുവരണം. അതാണ് പൈലറ്റ്. അപ്പോ പൈലറ്റിന്റെ കയ്യിലുള്ള റിസ്ക് ഫാക്ടർ. അപ്പോ ഓട്ടോ പൈലറ്റ് സിസ്റ്റം ആണ് ഈ പറത്തി കൊണ്ടുപോകുന്നത്. പൈലറ്റ് ജസ്റ്റ് നോബ് കൺട്രോൾസ് ടേൺ ചെയ്യുന്നു എന്ന് മാത്രം. അപ്പൊ എയർക്രാഫ്റ്റ് ലാൻഡ് ചെയ്യുന്ന ടൈമിൽ എന്നുവെച്ചാൽ ഡിസെന്റ് തുടങ്ങും. ഈ 28,000 അല്ലെങ്കിൽ 11 കിലോമീറ്റർ താഴത്തേക്ക് വരികയാണ്. അപ്പൊ ആ ടൈമിലാണ് ഈ ഇത് ലൈനപ്പ് ചെയ്യാന്ന് പറയും, റൺവേ ലൈനപ്പ് എന്ന് പറയും, സെന്റർ ലൈൻ. അപ്പൊ റൺവേന്റെ നടുവില് പ്ലെയിനെ കൊടുന്ന് ഇറക്കുക, അതാണ് നമ്മുടെ ടാർഗറ്റ്. എയർക്രാഫ്റ്റിന്റെ നോസ് വീല് സെന്റർ ലൈൻ, റൺവേയുടെ സെന്റർ ലൈനിൽ കറക്റ്റ് ആയിട്ട് അലൈൻ ചെയ്യുക, ഇല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തെന്നിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അവിടെയാണ് പൈലറ്റിന്റെ ഒരു ചലഞ്ച് കിടക്കുന്നത്. കാരണം ബാക്കിയെല്ലാം ഓട്ടോ പൈലറ്റ്, കമ്പ്യൂട്ടറാണ് പറത്തുന്നത്. ഈ ഓട്ടോ പൈലറ്റ് സിസ്റ്റം ഒരു 1500 അല്ലെങ്കിൽ 2500 അടി ആണ് ഇത് സ്വിച്ച് ഓഫ് ചെയ്യുന്നത്. പിന്നെ ബാക്കി പൈലറ്റ് മാനുവൽ ആയിട്ടാണ് ഇത് ഇറക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഒരു കാൽക്കുലേഷന്റെ പ്രകാരമാണ്. ഇതൊക്കെ പൈലറ്റിന്റെ കാൽക്കുലേഷൻ, അവർ എക്സ്പീരിയൻസ് പ്രകാരമാണ് അവർ ഈ കാൽക്കുലേഷൻ എവിടെ നിന്ന് ഡിസെൻഡ് ചെയ്യണം ഇതൊക്കെ തീരുമാനിക്കുന്നത്. എയർക്രാഫ്റ്റിന്റെ സ്പീഡ്, ബാക്കിയുള്ള പ്രിവെയിലിംഗ് കണ്ടീഷൻ, വെതർ കണ്ടീഷൻ, ഇതെല്ലാം ഒരുമിച്ച് കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് പൈലറ്റ് ഡിസിഷൻ എടുക്കുന്നത്. ഓക്കെ, ഈ ടൈമിൽ ഞാൻ ഡിസെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഈ 104 മീറ്റർ എത്തും, കറക്റ്റ് ആയിട്ട് എനിക്ക് എത്താം. അപ്പൊ എഞ്ചിന്റെ സ്പീഡ് കുറയ്ക്കണം, ലാൻഡിംഗ് ഗിയർ താഴെ ഇറക്കണം. അപ്പൊ ഇതിനൊക്കെ ഒരു ചെക്ക് ലിസ്റ്റ് പറഞ്ഞ സംഭവമുണ്ട്. അപ്പൊ അത് പലതരം ചെക്ക് ലിസ്റ്റുകളുണ്ട്. ടേക്ക് ഓഫ് ചെക്ക് ലിസ്റ്റ്, ടാക്സി ചെക്ക് ലിസ്റ്റ്, അങ്ങനെ പറഞ്ഞ് ലാൻഡിംഗ് ചെക്ക് ലിസ്റ്റ് ഉണ്ട്. അപ്പൊ ഈ ലാൻഡിംഗ് ചെക്ക് ലിസ്റ്റ് പ്രകാരമാണ് ഓരോ കൺട്രോൾസും, ഈ ലാൻഡിംഗ് ഗിയർ താഴത്ത് ഇടുന്നതും ഇതെല്ലാം ഇറക്കുന്നത്, എക്സ്റ്റെൻഡ് ചെയ്യുന്നതും എല്ലാം ഈ ചെക്ക് ലിസ്റ്റ് പ്രകാരം. അപ്പൊ കോ പൈലറ്റിന്റെ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞ പൈലറ്റിന് ഇതെല്ലാം പറഞ്ഞു കൊടുക്കുക, ഈ ചെക്ക് ലിസ്റ്റ് വായിച്ചു കൊടുക്കുക. അപ്പൊ ഇതെല്ലാം വായിച്ചു കൊടുത്തിട്ട് പൈലറ്റ് ഇതെല്ലാം ചെയ്യും. പിന്നെ ATCയുടെ കൺട്രോൾ, ATCയിൽ വിളിക്കുന്നതും കോ പൈലറ്റിനാണ് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ റൺവേ കാണുന്നു, ഞങ്ങൾ ഇത്ര ഹൈറ്റിൽ എത്തി. അപ്പോൾ റൺവേ ക്ലിയർ ആണെങ്കിൽ ATC തിരിച്ച് മറുപടി കൊടുക്കണം, ഓക്കെ യു ക്ലിയർ ടു ലാൻഡ് ഓൺ റൺവേ. ഏതാ റൺവേ നമ്പർ? ഇപ്പൊ ഇവിടെ കാലിക്കറ്റ് എയർപോർട്ട് 1028. അപ്പൊ ഇത് കോമ്പസിന്റെ നമ്മളൊരു കോമ്പസിൽ 360 ഡിഗ്രി ഉണ്ട്. അപ്പൊ അതിൽ പ്രകാരമാണ് 10 എന്ന് പറഞ്ഞാൽ 100 ഡിഗ്രി,
280 ഡിഗ്രി. അപ്പൊ ഈ രണ്ട് ദിശകളിലാണ് റൺവേ നിൽക്കുന്നത്. അപ്പോൾ യു ആർ ക്ലിയർ ടു ലാൻഡ് ഓൺ റൺവേ 10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈലറ്റ് ഓക്കെ യു ഷുഡ് പാസ് ദ മെസ്സേജ് ബാക്ക്, ഓക്കെ ക്ലിയർ റൺവേ 10 തിരിച്ചു പറഞ്ഞിട്ട് പിന്നെ ഈ 10 റൺവേയിൽ ഇറക്കലാണ് പൈലറ്റിന്റെ ജോലി. അപ്പോൾ ഈ വെതർ കണ്ടീഷനും ഇതെല്ലാം കാരണം ചിലപ്പോൾ പൈലറ്റിന് കറക്റ്റ് ആയിട്ട് ഈ റൺവേയുടെ ത്രെഷോൾഡ് കഴിഞ്ഞ് ടച്ച് ഡൗൺ പോയിന്റിൽ ഇറങ്ങാൻ പറ്റിയില്ല എന്ന് വരും, സംഭവിച്ച് കാണണം. അപ്പോൾ അതുകൊണ്ട് ആള് വീണ്ടും പവർ എടുത്തിട്ട് തിരിച്ചൊരു ഗോ അറൗണ്ട് ചെയ്തു. അതിന് മിസ് അപ്രോച്ച് എന്ന് പറയും. ഗോ അറൗണ്ട് അതിൽ ഓട്ടോ പൈലറ്റ് സിസ്റ്റം അതിൽ ചെയ്യാം. അപ്പൊ തന്നെ ഓട്ടോ പൈലറ്റ് എൻഗേജ് ചെയ്തിട്ട് ഗോ അറൗണ്ട് ഫംഗ്ഷൻ ഉണ്ട് അതിൽ. അപ്പൊ ഗോ അറൗണ്ട് ഫംഗ്ഷൻ ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് പ്ലെയിന് തിരിഞ്ഞു പോകും, വീണ്ടും റൺവേയിൽ ലൈനപ്പ് ചെയ്യും. അപ്പോൾ ആദ്യത്തെ അറ്റംപ്റ്റിൽ കറക്റ്റായി ലാൻഡ് ചെയ്യാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് ഒരു അറ്റംപ്റ്റ് കൂടിയെടുത്തു. അപ്പോൾ എന്തുകൊണ്ട് ആള് വീണ്ടും അറ്റംപ്റ്റ് നടത്തി എന്നൊരു ചോദ്യമാണ്. ATC എന്താണ് ഇൻഫർമേഷൻ കൊടുത്തത്, എന്തുകൊണ്ട് ആൾക്ക് മിസ്ഡ് അപ്രോച്ച് ആയി? കാരണം ഇത്ര എക്സ്പീരിയൻസ് ഉള്ള ഒരു പൈലറ്റിന് ഈ ഒരു വെതർ ഒന്നും 2000 മീറ്റേഴ്സ് വിസിബിലിറ്റി ഉള്ളപ്പോൾ പിന്നെ ILS ആണ്, ഇൻസ്ട്രുമെന്റ് ലാൻഡിംഗ് സിസ്റ്റം പ്രകാരമാണ് പ്ലെയിൻ പറത്തുന്നത്. കാരണം നമ്മൾ വിഷ്വൽ ഫ്ലൈറ്റ് റൂൾസ് അല്ല, ഇൻസ്ട്രുമെന്റ് ഫ്ലൈറ്റ് റൂൾസ് പ്രകാരമാണ് രാത്രി പ്ലെയിൻ ഓടിക്കുന്നത്. അപ്പോൾ റൺവേ കണ്ടില്ലെങ്കിലും ഈ ഹാസ് ഹിസ് ഇൻസ്ട്രുമെന്റ്സ് നോക്കിയിട്ടാണ്. കാരണം കോക്പിറ്റിൽ നിന്നും പുറത്ത് നോക്കി കഴിഞ്ഞാൽ പിച്ച് ബ്ലാക്ക് ആണ്, ഒന്നും കാണില്ല, കൂരിരുട്ട് മാത്രമാണ്. അപ്പോൾ ഇൻസ്ട്രുമെന്റ്സിൽ നോക്കിയിട്ടാണ് പൈലറ്റ് പറത്തുന്നത്. അപ്പോൾ ഈ മിസ്ഡ് അപ്രോച്ച് എന്തുകൊണ്ട് സംഭവിച്ചു എന്നുള്ളത് അത് പൈലറ്റിനും ATCക്കും പറയാൻ പറ്റുന്ന ഒരു കാര്യങ്ങളാണ്. പൈലറ്റ് നമുക്ക് ഇല്ല. സോ ATC ഇല്ലെങ്കിൽ ഇപ്പോൾ ഈ CVR കോക്പിറ്റ് വോയിസ് റെക്കോർഡറിൽ ക്ലിയർ ആയിട്ട് നമുക്ക് കിട്ടും എന്തുകൊണ്ട് അവിടെ എന്ത് സംഭവിച്ചു. പിന്നത്തെ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോ പൈലറ്റ് ആയിരുന്നോ അതോ ക്യാപ്റ്റൻ ദീപക് ആയിരുന്നോ കൺട്രോൾസിന്റെ പിന്നിൽ നിന്നാണ്. കാരണം രണ്ടുപേർക്കും പറത്താനുള്ള അധികാരമുണ്ട്. അപ്പൊ ചില സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും അവർ ഷിഫ്റ്റ് ചെയ്യും. യു ഹാവ് കൺട്രോൾ അല്ലെങ്കിൽ ഐ ഹാവ് കൺട്രോൾ എന്ന് പറഞ്ഞിട്ട് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും കൺട്രോൾ ട്രാൻസ്ഫർ ചെയ്യും. അപ്പോൾ ഈ മിസ്ഡ് അപ്രോച്ച് സമയത്ത് ആരായിരുന്നു കൺട്രോൾസിന്റെ പിന്നിൽ എന്നാണ് നമ്മൾ അറിയേണ്ടത്. ക്യാപ്റ്റൻ ദീപക് ആയിരുന്നോ അതോ ഈ ഫസ്റ്റ് ഓഫീസർ ആയിരുന്നോ എന്നുള്ളത്. അതും ഈ കോക്പിറ്റ് വോയിസ് റെക്കോർഡറിന്റെ ഡാറ്റ അനാലിസിസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ അതിന്റെ ഒരു പ്രോപ്പർ മനസ്സിലാക്കാൻ പറ്റുള്ളൂ, അതിന്റെ ആക്ച്വൽ വൈറ്റ് ഹാപ്പൻ എന്നുള്ളത്. ഓക്കെ ബബിരാജ്, ഇനിയിപ്പോൾ അന്വേഷണം മുന്നോട്ട് പോവുകയാണ്. ഈ അപകടത്തിന് ഹേതുവായിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് ബ്ലാക്ക് ബോക്സിൽ നിന്നാണോ ഇനി റിട്രീവ് ചെയ്തെടുക്കുന്നത്? ആദ്യം ഇൻവെസ്റ്റിഗേഷൻ നമ്മൾ 2012 ഇന്ത്യയിൽ ആദ്യമായിട്ടൊരു എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ എന്നൊരു സംഭവം 2012 തുടങ്ങുന്നത്. മുന്നേ ബാക്കിയുള്ള മാനുഫാക്ചറർ വന്നിട്ടായിരുന്നു ഇൻവെസ്റ്റിഗേഷൻ നടത്തിയിരുന്നതെന്നാണ് എന്റെ അറിവ്. അപ്പൊ ഇപ്പോ 2012 ആദ്യമായിട്ട് എയർക്രാഫ്റ്റ് റൂൾസ് 1937 അമെൻഡ് ചെയ്തിട്ട് ഈ ഒരു അഡീഷൻ ആഡ് ചെയ്തു. എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ എന്നുണ്ടാക്കി. അപ്പൊ അതിന്റെ ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെന്റ് ആണ് ഒരു കോർട്ട് ഓഫ് എൻക്വയറി എന്ന് പറയും. അപ്പൊ ഈ കോർട്ട് ഓഫ് എൻക്വയറി പ്രകാരം ഇത് ഇനിയിപ്പോ ഇൻവെസ്റ്റിഗേറ്റേഴ്സ് എല്ലാം ഇന്ന് വന്നു. അപ്പൊ അവരൊരു പ്രിലിമിനറി റിപ്പോർട്ട് ഉണ്ടാക്കും. അപ്പൊ ഈ പ്രിലിമിനറി റിപ്പോർട്ട് പ്രകാരം എയർക്രാഫ്റ്റിന്റെ സീരിയൽ നമ്പർ, അതിന്റെ രജിസ്ട്രേഷൻ നമ്പർ, എഞ്ചിൻ സീരിയൽ നമ്പേഴ്സ്, ബാക്കിയുള്ള എയർക്രാഫ്റ്റിന്റെ ബാക്കിയുള്ള ഡേറ്റ, ഇമ്പാക്ട് എങ്ങനെയായിരുന്നു, എവിടെ നിന്നായിരുന്നു, ആംഗിൾ എവിടെ നിന്നൊക്കെയായിരുന്നു, ബേസിക് ഇൻഫർമേഷൻ, പാസഞ്ചേഴ്സിന്റെ ഇൻഫർമേഷൻ, ഇതെല്ലാം കളക്ട് ചെയ്ത് പ്രിലിമിനറി റിപ്പോർട്ട് ആദ്യം ഫയൽ ചെയ്യും. അത് കഴിഞ്ഞാൽ പിന്നെ ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമായിട്ട് അത് ഓരോ ഘടകങ്ങളാണ്. അപ്പോൾ ചുരുങ്ങിയത് ഒരു 6 മാസമെങ്കിലും മിനിമം എടുക്കാം എന്നാണ് ഒരു നിഗമനം, ഒരു ബേസിക് ഒരു ഇൻവെസ്റ്റിഗേഷൻ കംപ്ലീറ്റ് ആവണമെങ്കിൽ. അപ്പൊ അതിൽ ഓരോ കാര്യങ്ങളും ആദ്യം പോലീസിന്റെ ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട് വേണം, പിന്നെ ഫയർ ഫൈറ്റേഴ്സിന്റെ റിപ്പോർട്ട് വേണം, ATCയുടെ റിപ്പോർട്ട് വേണം. അപ്പൊ ഈ എല്ലാ റിപ്പോർട്ടുകളും പിന്നെ FDRും CVRലെയും ഡാറ്റ, ഫ്ലൈറ്റ് ഡേറ്റ റെക്കോർഡും CVRന്റെയും ഡേറ്റാസ് വെച്ചിട്ട് അത് ലാബിൽ വിടണം. അപ്പൊ ലാബ് ഇപ്പോൾ എയർ ഇന്ത്യയിലുണ്ടോ അതോ HAL വിടണോ, അപ്പൊ ഏത് ലാബിലാണ് വിട്ടിട്ട് ഇത് ടെസ്റ്റ് ചെയ്ത് ഇത് സോഫ്റ്റ്വെയറിൽ വെച്ചിട്ട് ഇതെല്ലാം ഈ ഡേറ്റാസ് എല്ലാം ഡൗൺലോഡ് ചെയ്ത് ഇതെല്ലാം വിഷ്വലൈസ് ചെയ്ത് ഡീകോഡ് ചെയ്ത് എന്നിട്ട് അതിലൊരു അനാലിസിസ് വേണം. എന്നിട്ട് ആ അനാലിസിസ് പ്രകാരമാണ് പിന്നെ ബാക്കി. അതുപോലെ തന്നെ ATCയിലെ റെക്കോർഡിങ്സ്, ATC പൈലറ്റിനോട് എന്തൊക്കെ പറഞ്ഞു, എന്തൊക്കെ കമാൻഡ്സ് കൊടുത്തു എന്നുള്ളതിലുള്ള റെക്കോർഡിങ്ങും ATCന്ന് അവരെടുക്കും. അത് മാത്രമല്ല പിന്നെ മെയിന്റനൻസിന്റെ സൈഡിൽ ഇപ്പൊ ഞങ്ങൾ എഞ്ചിനീയറിംഗ് സൈഡിൽ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ എല്ലാ ലോഗ് ബുക്കുകളും എയർക്രാഫ്റ്റ് സംബന്ധിച്ച എല്ലാ ഡോക്യുമെന്റ്സുകളും ഇപ്പോൾ തന്നെ സീൽ ചെയ്തിട്ടുണ്ടാവും ആസ് പെർ ദ പ്രോട്ടോകോൾ, ആസ് പെർ ദ റൂൾ എല്ലാം ഇപ്പോൾ സീൽ ചെയ്ത്, ഈവൻ ഇൻക്ലൂഡിംഗ് ATCയിലെ ഡേറ്റാസ് അടക്കം ഇപ്പോൾ സീൽ ചെയ്തിട്ടുണ്ടാവും ഇൻവെസ്റ്റിഗേറ്റേഴ്സ്. ഇനി ഇതെല്ലാം അനാലിസിസ് 1 by 1 ഓരോ ഗ്രൂപ്പായിട്ട് തിരിച്ച് അനാലിസിസ് ചെയ്തിട്ട് ഒരു ഫൈനൽ റിപ്പോർട്ട് വിൽ ബി ഹാൻഡഡ് ഓവർ ടു ദി ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെന്റ്. അത് കഴിഞ്ഞ് ആ ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെന്റ് പിന്നെ മിനിസ്ട്രി ഓഫ് സിവിൽ ഏവിയേഷനിൽ മിനിസ്റ്ററിനെ ആണ് പിന്നെ കാണിച്ചിട്ടാണ് പിന്നെ ഈ ഫൈനൽ റിപ്പോർട്ട്. ഇത് മാത്രം ഈ ഫൈനൽ റിപ്പോർട്ട് ഇന്ന് തന്നെ ഇന്റർനാഷണൽ സിവിൽ ഏവിയേഷൻ ഓർഗനൈസേഷനും പിന്നെ മാനുഫാക്ചറായ ബോയിങ്ങിന് വരെ ഈ റിപ്പോർട്ട് അയച്ചിട്ടുണ്ടാവും, ഈ പ്രിലിമിനറി റിപ്പോർട്ട്. ഇനി അനാലിസിസ്, ഇനിയിപ്പോ ബോയിങ് ആവശ്യപ്പെട്ടാണ് ഞങ്ങൾക്കും കൂടി വന്ന് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണം എന്തുകൊണ്ട് സംഭവിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഷിക്കാഗോ കൺവെൻഷൻ 1944 പ്രകാരം നമ്മൾ ഇന്ത്യ അതും അംഗീകരിച്ചു കൊടുക്കേണ്ടതാണ്. അവർക്കും വന്ന് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാനുള്ള അധികാരം കൊടുക്കേണ്ടതാണ്.
എത്ര കാലം ഈ കരിപ്പൂർ വിമാനത്താവളം അടച്ചിടും? ആസ് പെർ ഒരു 6 മാസമാണ് ഒരു മിനിമം ടൈം, പക്ഷെ അതിലും കൂടാം. കാരണം ഇതെല്ലാം ഡാറ്റ അനലൈസ് ചെയ്തു. ടിൽ ദി എൻക്വയറി ഈസ് ഓവർ, അതുവരെ അങ്ങനെയാണോ? പെൻഡിങ് ഇപ്പോൾ പ്രിലിമിനറി റിപ്പോർട്ട് മാത്രമേ ഇന്നിപ്പോ റെഡി ആയിട്ടുണ്ടാവുള്ളൂ. പിന്നെ റെക്കേജ് അനാലിസിസ്, ഇപ്പൊ റെക്കേജ് അവിടെ കിടക്കുന്ന എയർക്രാഫ്റ്റിന്റെ ബാക്കി റെക്കേജ്, അതിന്റെ ഫോട്ടോഗ്രാഫ്സ്, പിന്നെ അതൊന്ന് അത് റീകൺസ്ട്രക്ട് ചെയ്യാനുള്ള ഒരു പരിപാടിയൊക്കെ ഉണ്ട്. അതൊക്കെ ഈ ബോർഡിന്റെ അണ്ടറിൽ വരുന്ന കാര്യങ്ങളാണ്. അവർ എന്തുകൊണ്ട് ഒരു അനാലിസിസ് അവരൊരു ഈ സംഭവം ഒന്ന് റീക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ശ്രമമൊക്കെ നടത്തും ലാബില്. അപ്പൊ അവരുടെ ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയില്. എന്നിട്ട് ഇതെല്ലാം കൂടി വെച്ചിട്ടാണ് ഇവർ ഫൈനൽ റിപ്പോർട്ട്. ഈ ഫൈനൽ റിപ്പോർട്ടിൽ നമുക്ക് ഇത് എന്തുകൊണ്ട് സംഭവിച്ചു എന്നുള്ളത് നമുക്ക് കറക്റ്റ് ആയിട്ട് അറിയാൻ പറ്റുള്ളൂ. ഓക്കെ. അഡ്വക്കേറ്റ് ഗോപാലകൃഷ്ണൻ, 2 മിനിറ്റ് മാത്രമേ ബാക്കിയിരിക്കുന്നുള്ളൂ. ഒരു കാര്യം കൂടി എനിക്ക് ചോദിക്കാനുണ്ട്. ഈ ശബരിമല വിമാനത്താവളത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്ന ഭൂമിയും ഇതുപോലെയാണ്, ഹില്ലി ടെറൈനാണ്. നമ്മുടെ കൊച്ചു സംസ്ഥാനമായ കേരളത്തിൽ നിലവിൽ തന്നെ 4 എയർപോർട്ടുകളുണ്ട്. ഇനി ഒരെണ്ണം കൂടി ആവശ്യമുണ്ടോ? ചരിത്രത്തിൽ ആദ്യമായി കേരളവും ഒരു വിമാന ദുരന്തത്തിന് സാക്ഷ്യം വഹിച്ചു. ഇനി മറ്റൊരു ദുരന്തത്തിന് നമ്മൾ വഴിവെച്ചു കൊടുക്കണോ എന്നുള്ളതാണ് ചോദ്യം. നമ്മളൊരു ദുരന്തം ഉണ്ടാവുന്നതിന്റെ കാരണം കൊണ്ട്, അല്ലെങ്കിൽ ഒരു ദുരന്തം ഉണ്ടാകുമ്പോൾ നമ്മൾ എയർപോർട്ട് വേണ്ട എന്ന് പറയുന്നത് ശരിയല്ല. കാരണം ബസ് ഓടിക്കുമ്പോഴും ട്രെയിൻ ഓടിക്കുമ്പോഴും എല്ലാം ദുരന്തം ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് ഒരു ദുരന്തം ഉണ്ടായാൽ പിന്നെ ട്രെയിൻ വേണ്ട എന്ന് പറയുന്നത് ശരിയല്ലല്ലോ. മൂലയിലും വിമാനത്താവളങ്ങൾ വേണമെന്നുള്ളതാണ്. അതല്ല അടിസ്ഥാനപരമായ പ്രശ്നം. ഈ ടേബിൾ ടോപ്പ് എയർപോർട്ട് വേണോ വേണ്ടെന്നുള്ളതാണ്. ശബരിമലയുമായി ബന്ധപ്പെട്ട വിഷയം വന്നാൽ സ്വാഭാവികമായി ഒരു ടേബിൾ ടോപ്പ് തന്നെയായിരിക്കും അവിടെ ഉണ്ടാവാൻ സാധ്യതയുള്ളത്. പിന്നെ അവിടെ വേറെ ചില ഇഷ്യൂസ് ഉണ്ട്. അതുകൊണ്ട് ശബരിമല വിമാനത്താവളം വേണ്ട എന്ന് പറയുന്നതിന്റെ പിന്നിൽ മറ്റു പല കാരണങ്ങളുണ്ട്. ഒപ്പം ഒരു ടേബിൾ ടോപ്പ് റൺവേ ഉണ്ടാവുന്നത് കൂടുതൽ അപകടകരമാണ് എന്നാണ് എല്ലാവരും നിശ്ചയിക്കുന്നത്. ഇന്ത്യയിൽ തന്നെ ആകെ 3 ടേബിൾ ടോപ്പാണെന്നാണ് പറയുന്നത്. ചില ആളുകൾ 5 മിസോറാമിലും ഉണ്ട് എന്ന് പറയുന്നു. ആസാമിലും മിസോറാമിലും ഉണ്ട്. അങ്ങനെ 5 ഉണ്ടെന്ന് പറയുന്നു. എന്തായാലും ഈ ടേബിൾ ടോപ്പ് റൺവേ ഉള്ള ഒരു എയർപോർട്ട് ഇനി കേരളത്തിന് ഒരു കാരണവശാലും ആവശ്യമില്ല എന്ന് പറയാം. പക്ഷെ ഞാൻ ഒരു സംശയം ചോദിക്കാനായിട്ട്, എനിക്ക് അതിന്റെ ആ സംശയം ഒന്ന് ദൂരീകരിച്ചു തരണം. അതായത് 176 സ്പീഡിനെ കുറിച്ച് ഞാൻ സൂചിപ്പിച്ചു. 176 3 മില്ലിമീറ്റർ വെള്ളം ഉണ്ടായിരുന്നു എന്നും പറയുന്നു. അപ്പോൾ ഇത്രയും ഹൈറ്റിൽ വന്ന് ഇത്രയും സ്പീഡിൽ വന്ന് 3 മില്ലിമീറ്റർ വെള്ളത്തിൽ ഈ വീലുകൾ സ്പർശിച്ചാൽ സ്വാഭാവികമായും വീല് തെന്നിപ്പോവാൻ സാധ്യതയുണ്ടോ? ആ ഒരു ചോദ്യത്തിന് ആ ടെക്നിക്കൽ ആരെങ്കിലും ഒരു ഉത്തരം പറഞ്ഞാൽ നല്ലതാണ്. ബബിരാജ് ഇത്ര ഹാർഡ് ലാൻഡിങ് എയർക്രാഫ്റ്റ് ആർ റെഡി ഫോർ ഇങ്ങനത്തെ ഒരു അൺകണ്ടീഷണൽ സിറ്റുവേഷനിൽ ഒരു ഹാർഡ് ലാൻഡിങ് നടന്നു കഴിഞ്ഞാൽ അതുവരെ മുൻകണ്ടിട്ടാണ് ഒരു എയർക്രാഫ്റ്റ് ഉണ്ടാക്കുന്നത് തന്നെ. അപ്പോൾ ഒരു 3 mm വെള്ളമുണ്ട്, അത് കാരണം എയർക്രാഫ്റ്റ് തെന്നിപ്പോ അല്ലെങ്കിൽ ടയർ തെന്നിപ്പോ എന്ന് പറയുന്നത്. കാരണം ഹൈ സ്പീഡ് ടയേഴ്സ് ആണ് എയർക്രാഫ്റ്റിൽ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇത്രയും സ്പീഡിൽ വന്ന് ഇറങ്ങിയാലും അത് വിത്ത്സ്റ്റാൻഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി എയർക്രാഫ്റ്റ് ടയേഴ്സിനുണ്ട്. അപ്പോൾ അത് മാത്രം ഇതൊരു കമ്പൈൻഡ് ഇതിപ്പോ ഈ റൺവേ ടേബിൾ ടോപ്പ് ആയതുകൊണ്ട് മാത്രം ഈ അപകടം ഉണ്ടായി എന്ന് പറയുന്നത് തെറ്റാണ്. കാരണം ഒരുപാട് ഫാക്ടേഴ്സ്, കാരണം പലതും ആവും. കാരണം ഇതിലൊരു ഹ്യൂമൻ ഫാക്ടറിന്റെ ഭാഗമായിട്ട് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളത് ഇനിയിപ്പോ നമുക്ക് അനാലിസിസിൽ FDR CVR അനാലിസിസിൽ ഇതിലൊരു ഹ്യൂമൻ ഫാക്ടേഴ്സ് ഉണ്ടോ എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അല്ല ബബിരാജ്, ഈ റൺവേക്ക് നീളം കൂടിയിരുന്നെങ്കിൽ ഈ അപകടം ഒഴിവാക്കാമായിരുന്നില്ലേ അല്ലേ? ഇപ്പോ ഈ ടേബിൾ ടോപ്പ് റൺവേയിൽ ഇപ്പൊ ഈ ഇത്രയും 2850 മീറ്റർ റൺവേ ലെങ്ത് ഉണ്ട്. അപ്പോൾ ടച്ച് ഡൗൺ പോയിന്റ് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുമ്പോഴാണ് ഈ സിറ്റ്. അപ്പോൾ പൈലറ്റിന് നോ റൂം ഫോർ എറർ, ദർ ഇസ് നോ റൂം ഫോർ എറർ. എന്നുവെച്ചാൽ പ്രിസൈസ് ലാൻഡിംഗ് ആയിരിക്കണം അവിടെ നടക്കുന്നത്. ഓക്കെ, എന്തായാലും വളരെയധികം നന്ദി ഈ ചർച്ച സജീവമാക്കിയതിന്. രക്ഷാപ്രവർത്തനത്തിൽ കൈമൈ മറന്ന വ്യാപൃതരായ കൊണ്ടോട്ടി ആർമിയെ ഒരിക്കൽ കൂടി പരാമർശിക്കാതെ ഈ സംവാദം പൂർണ്ണമാകില്ല. ഒരു വിമാന അപകടത്തിൽപ്പെട്ടവരെ നാട്ടുകാർ ഓടിക്കൂടി രക്ഷിക്കുന്നത് ഒരുപക്ഷെ ലോക ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കാം. കൊറോണ ഭീതിയിൽ അവർ ശാരീരിക അകലം പാലിച്ചില്ല. വിമാനത്തിനകത്ത് കയറി പരിക്കേറ്റ യാത്രക്കാരെ സ്വന്തം വാഹനങ്ങളിൽ ആശുപത്രികളിൽ എത്തിക്കുകയായിരുന്നു. ഇതാണ് യഥാർത്ഥ സഹജീവി സ്നേഹം. മനുഷ്യ നന്മയുടെ ഉദാത്തമായ മാതൃകയ്ക്ക് ഒരിക്കൽ കൂടി അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു. ജന ഡിബേറ്റ് ഇവിടെ പൂർണ്ണമാകുന്നു. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി.